നമ്മുടെ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഗൂഗിളിനകത്തും എല്ലാം ഉണ്ട്. ഇപ്പം യൂട്യൂബിനകത്തും ഇട്ടിട്ടുണ്ട് അവര്. ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റി കൊണ്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇതാക്കുന്നുണ്ട്. അവര് എല്ലാവരുടെയും വ്യൂസ് എന്തൊക്കെയാണ് സഫർ ചെയ്യുന്നതെന്ന് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഇതേപോലെ ഇവരുടെ ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മളിത് പറയാൻ തുടങ്ങിയത്. പലതും എല്ലാവർക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ഇതെല്ലാം ഹാക്ക് ചെയ്ത് വെക്കുക, പല കൺട്രോൾ ചെയ്യുക, നമ്മുടെ ലൈഫ് കറണ്ട് വന്ന് കളയുക, എല്ലാം ഇതെല്ലാം സെയിമാണ്. ഇതെല്ലാം ചിപ്പ് വെച്ചാണ്. അതുപോലെ ഇവന്മാരെന്തോ കോവിഡിന്റെ ഇഞ്ചക്ഷനകത്ത് ഇതിനകത്ത് മൈക്രോ ചിപ്പ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവന്മാർ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതിനൊക്കെ ആരാണ് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ട് നടക്കാൻ? ഈ ബാസ്കറ്റ് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഇവന്മാരെ നമ്മുടെ പുറകെ നടക്കുന്നത്. ഒരു അർജുൻ ടിക്ക് അവര് പണി എന്തുവാ? അവരൊരു പണിയില്ലെന്ന് തോന്നുന്നു. പണിയുള്ളവന്മാരൊക്കെ എന്തോ പണിക്ക് പോകും, അല്ലെ പഠിക്കുന്നവന്മാരാണെങ്കിൽ ഇവരിത് വേറെ ഒരു പണിയില്ല, ഇങ്ങനെ ഇരിക്കുക. ഇതെന്റെ ചാനൽ. ഐ ഹാവ് ദ റൈറ്റ് ടു അപ്ലോഡ് വാട്ട് എവർ വിച്ച് ഈസ് നോട്ട് ഒബ്സീൻ ആക്ച്വലി. ഐ ആം നോട്ട് അപ്ലോഡിങ് എനി ഒബ്സീനിറ്റി ഇൻ മൈ ലിസ്റ്റിംഗ്. ഒരു ഒബ്സീനായിട്ടുള്ള ഇത് നമ്മൾ ഇടുന്നില്ല. നമ്മൾ മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാനും സ്പ്രെഡ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട്. നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്ത് നടക്കാൻ? ഒരു പത്മജൻ എന്ന് പറയുന്ന SNDP വന്നിരിക്കുന്നവൻ അവനും ഇവിടോട്ട് കയറി ആരാണ് ഭർത്താവാണെന്ന് ഇതാക്കണം. ഒരു സിജി സുബ്രഹ്മണ്യൻ അവന് കുറെ ഏതൊക്കെയോ ഭർത്താവാണെന്ന് വരുത്തണം. ഇതെല്ലാം പറഞ്ഞത് തന്നെയാണ് ഇവനൊന്നും നമ്മുടെ ഭർത്താവും പുസ്താവൊന്നുമല്ല. ഇവനെയൊന്നും ഇവിടെ കയറ്റി വെച്ചിട്ടുമില്ല. ഇവനെയൊക്കെ കയറ്റി വെക്കുന്ന പ്രധാനമന്ത്രിയുടെ പെണ്ണുങ്ങളാണ്, ഞാനല്ല. ഇവനെയൊന്നും കയറ്റി വെക്കുന്ന സ്വഭാവം എനിക്കില്ല, കയറ്റി വെക്കേണ്ട കാര്യമില്ല. അടിക്കുക. ഇവന്മാരെ ഈ ഡ്രാമ നടക്കാത്തപ്പോൾ നമ്മുടെ മുഖത്തോട്ട് അടിക്കുക. രാവിലെ തന്നെ നമ്മുടെ ഒന്നും കഴിച്ചിട്ട് ഇവിടോട്ടങ്ങ് അടിക്കുക. കഴിക്കാതെ ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ചേന മാത്രമാണ് കഴിക്കുന്നത്. ഇങ്ങനെ അടിക്കുക, വീർപ്പിക്കുക, പല വേലകളാണ്. ഈ ഭാഗമെല്ലാം വീർപ്പിക്കുക, വയറേലെ കാറ്റ് കളയുക. അപ്പൊ നമ്മുടെ വയറിന്റെ ഇവിടുത്തെ കാറ്റൊക്കെ കളയുക, പല വേലകൾ ഇവന്മാർക്ക് അതിന്റെ ശല്യമായിട്ട് മാറിയിരിക്കുക. രോഗങ്ങൾ ക്രിമിനലുകൾ ഇങ്ങനെ നടക്കുക. ആളുകളെ കൊന്നു നടക്കുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവന്റെ വീട്ടിലെ എന്താ എത്ര എണ്ണത്തിനെയാ സൽപ്പകവലി എന്ന് പറയുന്ന വീട്ടിലെ എത്ര എണ്ണത്തിനെ കൊന്നു കൊലവിളിക്കാൻ ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. വീടും വീട്ടു സൈതവും വീട്ടുപേര് സൈതവും അങ്ങോട്ട് പറഞ്ഞുതരാം. ഓടിട്ട വീട് മുഴങ്ങോടിക്കാവിൽ അമ്പലത്തിന്റെ അവിടെ ഒരു തവാൻ എന്ന് പറയുന്ന അവനെ തവാൻ എന്നായിരുന്നു വിളിക്കുന്നത്. ഇതെന്റെ സൽപ്പകവലിയുടെ ചേട്ടത്തിയുടെ മോനാ. അവനെ ഗൾഫ് മുതലേ പീഡിപ്പിക്കാൻ തുടങ്ങിയ, ഗൾഫിലിട്ട് പീഡിപ്പിച്ച് എന്നിട്ട് ഈ പോകുന്ന പീഡനം സഹിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള എന്നിട്ട് അവനൊരു കല്യാണം കഴിച്ചു. അവളെ പടങ്ങി പിടിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ട് പോയി. കാരണം അവൾ കൂടെ ഉണ്ടെങ്കിൽ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ പറയും എന്നെ ഇതുപോലെ ഇതാക്കാൻ നോക്കുന്നു. എന്താ നിനക്ക് എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്താ? നിങ്ങൾ അവരുടെ ക്രിമിനലിന്റെ കൂട്ടുകാരാണോ? നിങ്ങൾ ക്രിമിനലുമായിട്ട് കൈയുണ്ടോ? കൈയുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ പറയേണ്ടതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അതാണ്. എന്നിട്ട് ഈ പയ്യനെ കെട്ടി നിൽക്കുന്ന ആളുകൾ കണ്ടത് അവളെ പറയാൻ പിടിച്ചോണ്ട് പോയതുപോലെ ഇതാണ് ഒറ്റയ്ക്കാക്കിയ ഇവന്മാരെല്ലാം ചെയ്യുന്നത്. ഒരേ മോഡൽ ഫ്രാങ്കിയാണ്. എല്ലാവരും ഒറ്റയ്ക്കാക്കി കൊല്ലുന്നതാണ് ജോലി ഇവന്മാർക്ക്. ഒറ്റയ്ക്കാക്കി കൊന്ന് സ്വത്തും മുതലൊക്കെ തട്ടാണ് ഇവന്മാരുടെ വിചാരം. ഇങ്ങനെ അതിന് നടക്കുക. പ്രധാനമന്ത്രിത്തിലെ കുറെ അമ്മമാരും അവിടെ ജീവിക്കുന്ന അവിടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് പറയുക. ഇറങ്ങിയ വണ്ടിക്കാരെ ഒത്തിരി എണ്ണത്തിനെ വറവെത്തിയിട്ട് അവരെല്ലാം കുത്തും പിടിച്ചു വെച്ച് നടക്കുക ഇവിടെ. അതുപോലെ ആനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തികളുണ്ടായിരുന്നു. അയാളുടെ എല്ലാ കൃത്യവന്മാരെ പിടിച്ചു പറിച്ചു. പ്രധാനമന്ത്രിത്തിലവന്മാര് ആളുകൾക്ക് എല്ലാം അറിയാം. അവനെപ്പം പറഞ്ഞ എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ആൾക്കാർക്ക് എല്ലാം അറിയാം. ഇവന്മാരെ കണ്ടവർ സ്വത്തെല്ലാം പിടിച്ചു പറിച്ചത്. പിന്നെ അതുപോലെ കല്ലട എന്ന് പറയുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു. സൽപ്പകവലിയുടെ ചേട്ടത്തി സാമിനി എന്ന് പറയുന്ന അവരെ മണ്ണെണ്ണ വെച്ച് കത്തിച്ച് എന്നിട്ട് തന്നെ കണ്ട അവരുടെ ഇളയ മോന് ഷെയർ പോലും കൊടുത്തിട്ടില്ല. ശ്യാംലാൽ എന്ന് പറയുന്നവൻ അവനെ എവിടേക്കോ അമ്പലങ്ങളിൽ നടക്കുക. ഇതുപോലെ അവനൊക്കെ അമ്പലങ്ങളിൽ നടന്ന അവൻ ജീവിക്കുന്നത്. അവന് ഷെയർ പോലും കൊടുക്കത്തില്ല. ഇങ്ങനെ ഇതാക്കിയിരിക്കും. ഇപ്പൊ എവിടാന്ന് പറയത്തില്ല. അതുപോലെ വേറൊരു സൗദാമിനി എന്ന് പറയുന്ന ഇവരുടെ ചേട്ടത്തി, ഈ സൽപ്പകവലിയുടെ ചേട്ടത്തി, അവരുടെ ഒരു മൂത്ത മോന് ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. അയാളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് കൊന്ന് അവന്റെ ചെരുപ്പ് കുളത്തിന്റെ കരയിലിരുന്ന് കുളത്തി ചത്ത് കളഞ്ഞു. കുളത്തി കൊന്നേറ്റ് ഇട്ട് വന്നിട്ട് പറഞ്ഞ് കുളത്തിച്ചായി ചത്തെന്ന് വരുത്തി. അതുപോലെ തന്നെ വേറെ ഇത് എന്തുവാ പൊന്മനയെ വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ പേരെന്തോ അറിയത്തില്ല. സത്യഭാമയാണെന്ന് തോന്നുന്നു. പൊന്മനേക്കാരിന്റെ പേര് സത്യഭാമയാണോ വേറെന്തോ ഒരു പേരാ, സരോജിനി എന്നോ ഏതാണ്ടാണ്. എന്തായാലും അവരുടെ മോളെ ഇതുപോലെ ഭാവയെന്ന് അവരെ വിളിക്കുന്നത്. അവരെ ഡിവോഴ്സ് ചെയ്ത ഒരു
കൃഷ്ണ ബസ്സിൽ വിട്ടായിരുന്നു അവരെ കല്യാണം കഴിച്ചത്. എന്നിട്ട് മുഴങ്ങോയിക്കാവിന്റെ അമ്പലത്തിന്റെ അടുത്തായിരുന്നു അവർ താമസിക്കുന്നത്. അവരുടെ മക്കളൊക്കെ പഠിക്കാൻ നല്ല വീട്ടിൽ ആ ചേച്ചിയെ ഇതുപോലെ ഫിനാൻസിലും കണ്ടായിരുന്നു കാര്യങ്ങൾ ജോലി. ഞാൻ ദിവസവും കാണുമായിരുന്നു, ഇടയ്ക്കെല്ലാം കാണുമായിരുന്നു. ആ ചേച്ചിയെ ഇതുപോലെ കൊണ്ടുപോയി കൊന്ന് കായലിന്ന് പാലത്തേന്ന് പുതിയ സുനാമി പാലത്തേന്ന് കായലി ചേച്ചി ഇതുപോലെ വെച്ച് ഇങ്ങനെ ചേർപ്പിക്കാൻ വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാതികളാണ് വരുത്താൻ. ഇങ്ങനത്തെ കള്ള ജാതികളാ ഇവൻ അതിന്റെ ആളായി സുബ്രഹ്മണ്യൻ. ഇവനിങ്ങനെ നടക്കുകയാണ്, പല മൂണ്ടാവതയാക്കളും നടക്കുക. അടൽത്തൊള്ളി അവരെ പറച്ചില്ല, അടൽത്തൊള്ളി ഇവിടെ വേണ്ട അവന്റെ അടൽത്തൊള്ളിയൊന്നും. അടൽത്തൊള്ളി അവന്റെ മോയെ കൊണ്ടൊന്നും വെച്ചിട്ടുണ്ട് അവര് തെമ്മാടിയെ. എന്താ പറഞ്ഞാല് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ പറയുന്ന കൊല്ലാൻ തരുവാൻ കൊല്ലത്. എനിക്കത് കാണാൻ ഏതാ കൊല്ലു വന്നത്. ഏതോ എടുത്തോളം എനിക്കത് അറിയണം. കൊല്ലാൻ വരുന്നോ എന്റെ കൊത്തു മുതലേ വിളിച്ചു കളിക്കാൻ. ഏതൊക്കെ എന്റെ കൊത്തു മുതൽ കൊല്ലായി പറയും. കണ്ടാലും പത്താവാക്കിയൊന്നും വെക്കലല്ല അവന്റെ സുബ്രഹ്മണ്യന്റെ മോനെയൊന്നും പത്താവാക്കി വെക്കലല്ലേ എന്റെ ജോലി. ഒരു SNDP വരുന്ന പത്മജനെയും കുന്നജനെയൊന്നും പത്താവാക്കി വെക്കലല്ലേ SNDP പൂജ എഴുതി പോയാൽ മതി. ഞാൻ SNDP പോകുന്നത് ഗുരുദേവൻ പറയാൻ അങ്ങനെ പത്മജന്റെ വായി നോക്കാനല്ല മാറ്റിയത്. ആളുകൾ വരുന്നുണ്ട്, അവരോട് കാര്യങ്ങൾ പറയാനാണ് ഉള്ളത്. അല്ലാതെ പത്മജനെയും കുന്നജനെയും ഇവരെ കയറ്റി വെക്കേണ്ട കാര്യമില്ല. ഈ പരിഹാരത്തില്ല പത്മജൻ അതിന്റെ കമ്പി വഴികൾ കാണിച്ചു പോയി. എല്ലാവരും പുറവും ദേഹമൊക്കെ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചിനെ മുതൽ അങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുന്ന പല ആൾക്കാർ മനസ്സിലാക്കും. കാരണം ഒരാൾക്ക് ഒരേ രീതിയിലെ കുറവാ എന്നും. അല്ലാതെ പുറത്തിനൊന്നും വ്യത്യാസം പറ്റില്ല. പുറം കണ്ട് മനസ്സിലാക്കിയ ആളുകൾ പുറം കണ്ടാൽ മനസ്സിലാവും ആളുകളെ. കൂടുതലൊന്നും പറയണ്ട. കൂടുതൽ സയൻസൊന്നും പഠിക്കണ്ട ഒരാൾ സയൻസൊക്കെ നല്ലപോലെ പഠിച്ചതാണ് കേട്ടോ വന്നത്. പുറവും അവനവന്റെ പറ്റ അവനവനേ ഉണ്ട്, കണ്ടവർക്കൊന്നും ഇല്ല. കുറെ അടിക്കുക അങ്ങനെ ലേസർ വെച്ച് അടിച്ച് പാറ്റ് പിടിക്കുന്നത്. എന്റെ ദേഹത്തുള്ള പാറ്റയ്ക്ക് പിടിക്കാനും എന്റെ മോന്തൊക്കെ ഈ ആരാണ് ബസ്സിനകത്ത് വരെ ഇന്നലെ പോകണം. ബസ്സിനകത്ത് ഏത് ബസ്സിനകത്താ പോകാൻ വരുന്നത്? ബസ്സിനകത്ത് പോകണം. ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ആ ബസ്സിനകത്ത് പോകണം ഉണ്ടെന്ന് അവരും പറഞ്ഞു. പോകണം, ഓടുന്ന ബസ്സിനകത്ത് പോകണം, ഓടുന്ന ബസ്സിനകത്ത് പോകണം. ബസ്സിനകത്ത്